വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരു ശുക്രന്മാരുടെ സ്വാധീനം ഹിന്ദുധർമ്മത്തിൽ എങ്ങനെയെന്നതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ലോക ജനതയുടെ മതവിശ്വാസത്തെ ഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാം. മതപ്രബോധകന്മാർ, മതാചാരങ്ങൾ തുടങ്ങിയവയ്ക്ക് ഗ്രഹ സ്വഭാവങ്ങളോടുള്ള സദൃശ്യമാണ് ഈ അനുമാനത്തിൻ്റെ അടിസ്ഥാനം. ലോകമതങ്ങൾ 4 ഹിന്ദുമതം, ബുദ്ധമതം, ക്രിസ്തുമതം, ഇസ്ലാം മതം എന്നിവയിൽ യഥാക്രമം ഗുരു ശുക്രന്മാർ, ബുധൻ, ശനി, കുജൻ എന്നിവയുടെ പരിപൂർണ സ്വാധീനമുണ്ട്. മറ്റു മതങ്ങളിൽ മിശ്ര സ്വാധീനമാണുള്ളത്. വൈദികവും താന്ത്രികവുമായ 2 ചിന്താധാരകളാണ് ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാനമായി വർത്തിക്കുന്നത്. വൈദിക ചിന്ത വ്യാഴത്തിൻ്റെയും താന്ത്രികാരാധന ശുക്രൻ്റെയും കാരകത്വത്തിൽ വരുന്നതാണ്. വ്യാഴത്തെ ദേവഗുരുവായാണ് പ്രകീർത്തിക്കാറുള്ളത്. ജ്ഞാനം, വാക്ക്, പ്രജ്ഞ, പ്രതിഭ, മന്ത്രം മുതലായവയുടെയെല്ലാം കാരകത്വം വ്യാഴത്തിനാണ്. ഇപ്പറഞ്ഞതെല്ലാം വൈദിക ചിന്തയോട് യോജിക്കുന്നതാണ്. താന്ത്രികാരാധന ശുക്രൻ്റെ കാരകത്വത്തിൽ വരുന്നതാണ്. ശുക്രൻ സ്ത്രീഗ്രഹമാണ്. ശുക്രൻ എന്ന പദം തന്നെയാണ് ശുക്ലം എന്നായി പരിണമിക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ ശക്തിയെ അഥവാ വീര്യത്തെയാണ് ശുക്ലം പ്രതിനിധീകരിക്കുന്നത്. താന്ത്രികാരാധന സ്ത്രീ അഥവാ ശക്തി പ്രാധാന്യത്തോടു കൂടിയാണ്. മൂലാധാരത്തിൽ 3 ചുറ്റോടുകൂടി നിദ്ര കൊള്ളുന്ന കുണ്ടലിനി ശക്തിയെ ഉണർത്തിക്കൊണ്ട് സഹസ്രാര പത്മത്തിലെ പരമശിവനുമായി താദാത്മ്യം പ്രാപിക്കുക എന്നതാണ് തന്ത്രശാസ്ത്രത്തിൻ്റെ മുഖ്യ ആശയം. സ്ത്രൈണ ഭാവനയ്ക്കാണ് തന്ത്രശാസ്ത്രത്തിൽ പ്രമുഖമായ സ്ഥാനം. തന്ത്രശാസ്ത്രത്തിലെ എല്ലാ പ്രതീകങ്ങളും പൂജാവിധികളും സ്ത്രീ വിഷയവുമായി ബന്ധപ്പെടുത്തിയുള്ളതാണ്. നൃത്തം, സംഗീതം, ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ മുതലായവയ്ക്കെല്ലാം തന്ത്രശാസ്ത്രത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. ഇവ എല്ലാം തന്നെ ശുക്രൻ്റെ കാരകത്വത്തിൽ ഉൾപ്പെടുന്നതാണ്. തന്ത്രത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ക്ഷേത്രാരാധനയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ബുധൻ്റെ സ്വാധീനം ബുദ്ധമതത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്ന് നോക്കാം. ബുധന് ബുദ്ധിയുടെ കാരകത്വമാണുള്ളത്. ബുധൻ, ബുദ്ധി, ബുദ്ധൻ എന്നീ പദങ്ങൾ തമ്മിലുള്ള സദൃശ്യം തന്നെ ശ്രദ്ധേയമാണ്. ബുധൻ ബാലനും യുവരാജാവുമാണ്. ശ്രീബുദ്ധൻ യുവരാജാവായിരിക്കുമ്പോഴാണല്ലോ കൊട്ടാരം വെടിഞ്ഞു പോകുന്നത്. മാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ മുഖത്തും വചനങ്ങളിലും പ്രവൃത്തിയിലുമെല്ലാം ഒരു ബാലൻ്റെ നിഷ്കളങ്കത ദർശിക്കുവാൻ സാധ്യമാണ്. ബുദ്ധമതത്തിൽ വിശ്വാസ പ്രമാണങ്ങളെക്കാൾ യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം കൈവരുന്നത് ബുദ്ധിയുടെ കാരകത്വമുള്ള ബുധൻ്റെ സ്വാധീനം കൊണ്ടാണ്. ക്രിസ്തുമതത്തിൽ ശനിയുടെ സ്വാധീനം എങ്ങനെയും ആണെന്ന് നോക്കാം. ക്രിസ്തുമതത്തെ സ്വാധീനിക്കുന്നത് ശനിയാണ്. ക്രിസ്തുവിൻ്റെ ജനനം തന്നെ ആട്ടിൻ തൊഴുത്തിലായിരുന്നു. വൃത്യകാരകത്വമുള്ള ശനിയുടെ പൂർണ്ണ സ്വാധീനം കൊണ്ടാണ് ക്രിസ്തുവിന് സഹജീവികളിൽ കാരുണ്യം, ക്ഷമ, ദീനത്വം, സഹനശക്തി, പൊതുജന സമ്മതി മുതലായവ ഉണ്ടായിരുന്നത്. അവസാന കാലത്ത് അന്യരുടെ പീഡനം ഏൽക്കേണ്ടി വന്നതും ശനിയുടെ സ്വാധീനം കൊണ്ടാണ്. കുജൻ്റെ സ്വാധീനം ഇസ്ലാം മതത്തിൽ എങ്ങനെയെന്ന് നോക്കാം. ഇസ്ലാം മതത്തെ സ്വാധീനിക്കുന്നത് കുജനാണ്.
സൈന്യാധിപത്യ കാരകത്വമുള്ള കുജൻ്റെ സ്വാധീനം കൊണ്ടാണ് ഇസ്ലാം മതത്തിന് സാഹോദര്യം, പരാക്രമം, ശൗര്യം, യുദ്ധവീര്യം, അച്ചടക്കം മുതലായ സവിശേഷതകൾ ഉണ്ടായത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.